തങ്ങൾക്ക് വളരെ അധികം ടെൻഷനായിരുന്നു. കാരണം സ്വന്തം ജീവിച്ച ജനിച്ചു വീണ നാടിനോടുള്ള അഭേദ്യമായൊരു ബന്ധം, ആ ബന്ധം മുറിഞ്ഞു പോകുമ്പോൾ അതിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 17 മാസവും 3 ദിവസവും മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയാതെ മസ്ജിദുൽ അഖ്സായിലേക്ക് തിരിയുകയാണ്. അപ്പോഴും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി മക്കയിലേക്ക് തിരിയണം എന്നുള്ള അല്ലാഹുവിന്റെ കൽപ്പന കാത്ത് എപ്പോഴും മേൽപോട്ട് നോക്കിയിരിക്കാറുണ്ടായിരുന്നു. അപ്പോഴാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വലസൗഫ യുഅ്തീക റബ്ബുക ഫതർള, ഓ നബിയെ നാം നിങ്ങൾക്ക് തരും, അന്ന് തങ്ങൾ തൃപ്തിപ്പെടും. കാലഘട്ടം ഒന്നുകൂടെ നീങ്ങിയപ്പോഴാ മുഖർറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുന്നു, ഫവല്ലി വജ്ഹക قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام. നബിയെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ കഅബയിലേക്ക് തിരിയണമെന്നുള്ള കൽപ്പന വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മേൽപോട്ട് നോക്കിയിരിക്കുന്നു നമുക്കറിയാം. അതുകൊണ്ട് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, നിങ്ങൾ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിയൂ എന്നുള്ള കൽപ്പന വരുന്നത് ഈ ശഅബാൻ മാസത്തിലാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്കറിയാം, മദീനയിൽ ചെന്നാൽ ഒരു പള്ളി തന്നെ കാണാം, അതിന്റെ പേര് മസ്ജിദുൽ ഖിബ്ലത്തൈൻ. 2 റക്അത്ത് ളുഹർ നിസ്കാരം മസ്ജിദുൽ അഖ്സായിലേക്കും അടുത്ത 2 റക്അത്ത് മസ്ജിദുൽ ഹറാമിലേക്കും നിന്ന് നിസ്കരിച്ച ആ പള്ളിക്കാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാം, ഇത് ശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇൻശിഖാഖ്, ചന്ദ്രൻ പിളർന്നു എന്ന് പറയുന്ന ഒരു സൂറത്ത് തന്നെയുണ്ട്. ഈ ഇൻശിഖാഖുൽ ഖമർ അത് ഉണ്ടായത് ശഅബാൻ മാസത്തിലാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മാസമാണ് ശഅബാൻ മാസം. ഈ മാസത്തിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവണമെന്ന് ഉറപ്പെടുത്തി നിർത്തുന്നു. അല്ലാഹു നാം പറഞ്ഞത് കേട്ടതുമൊക്കെ കബൂലാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ മാലികുൽ മുലൂക്കായ റാസിഖായ ഖാലിഖായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതിൽ കേട്ടതെല്ലാം കബൂലാക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ദിവസത്തിന്റെയും മാസത്തിന്റെയും ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ സർവ്വ പാപങ്ങളും പൊറുക്കണേ അല്ലാഹ്. ശിഷ്ടജീവിതം പാപമുക്തമായി ജീവിക്കാനുള്ള നല്ല മനസ്സും തന്റെ തൗഫീഖും നൽകണേ അല്ലാഹ്.